പ്രിയങ്ക ഗാന്ധിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം എന്നാണ് അറിയുന്നത്. വയനാട്ടിലേക്ക് എത്തിയ പ്രിയങ്ക ഗാന്ധിയെ അവിടെ കരിങ്കൊടി കാട്ടി എന്ന വിവരമുണ്ട്. വന്യജീവി ആക്രമണം നടന്ന മേഖലകളിൽ അവിടുത്തെ ആളുകളെ കാണാനൊക്കെയാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് രാവിലെ എത്തിയത്. അല്പസമയം മുമ്പാണ് വയനാട്ടിലേക്ക് വന്നത്. അഭിജിത്ത് മുഴക്കുന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ആരാണ് പ്രിയങ്ക ഗാന്ധിയെ കരിങ്കൊടി കാട്ടിയത്? CPM പ്രവർത്തകരാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ വിജയകുമാർ, CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രിയങ്ക ഗാന്ധി എംപിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടന്നത്. മാനന്തവാടി കണിയാരത്ത് വെച്ചാണ് ഈ രീതിയിൽ പ്രവർത്തകർ എംപിക്ക് നേരെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. പ്രിയങ്ക ഗാന്ധി പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിലേക്ക്, കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അരങ്ങേറിയത്. പ്രിയങ്ക ഗാന്ധി എംപിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ CPM പ്രവർത്തകർ എത്തുകയും തുടർന്ന് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുകയുമായിരുന്നു. പ്രധാനപ്പെട്ട വിമർശനം CPM പ്രവർത്തകർ ഉന്നയിക്കുന്നത് പലപ്പോഴും വയനാട് മണ്ഡലത്തിൽ എംപിയെ കാണാനില്ല, എംപി പല സമയങ്ങളിലും ഇവിടേക്ക് എത്തുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവും നടന്നത്. ഏതായാലും അല്പസമയം മുൻപാണ് മാനന്തവാടി കണിയാരത്ത് വെച്ച് CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി കാണിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി എംപിക്ക് നേരെ പ്രതിഷേധം നടന്നത്. ഈ പ്രവർത്തകരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വിജയ്, ഈ ദൃശ്യങ്ങൾ മാനന്തവാടി കണിയാരത്ത് അവിടെ നിന്നുള്ളതാണ്. അവിടെ CPM പ്രവർത്തകരാണ് പ്രിയങ്ക ഗാന്ധിക്ക് നേരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ചത്. MP മണ്ഡലത്തിൽ എത്തുന്നില്ല, മണ്ഡലത്തിൽ MPയുടെ സാന്നിധ്യമില്ല എന്നാരോപിച്ചായിരുന്നു CPM പ്രവർത്തകരുടെ പ്രതിഷേധം. അതിനുശേഷം ഈ പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അഭിജിത്ത്, ഇവിടെ ഇത്തരമൊരു പ്രതിഷേധ സൂചന അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ടായിരുന്നോ? പോലീസ് ആ സമയത്ത് സ്ഥലത്ത് എത്തിയിരുന്നോ? എന്താണ് അതിന്റെ ഒരു പശ്ചാത്തലം? വിജയകുമാർ, പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുന്നത് കണ്ട് ഈ ഒന്നിച്ചുള്ള എസ്കോർട്ട് ഉണ്ടായിരുന്ന പോലീസുകാരാണ് പിന്നീട് CPM പ്രവർത്തകരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 10ഓളം CPM പ്രവർത്തകരുണ്ടായിരുന്നു. അവർ ഈ രീതിയിൽ ഈ MPയുടെ വാഹനം കടന്നു പോകുന്നതിനിടെ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. അവർ കരിങ്കൊടി വീശിക്കൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. നേരത്തെ ഈ പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിലേക്ക് ഏതാണ്ട് 12:30 മണി സമയത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി MP സന്ദർശനം നടത്തും എന്നുള്ള വിവരം ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി MP ഈ വീട്ടിലെത്തുകയും കുടുംബത്തെ കാണുകയും ചെയ്യുമെന്നാണ് അറിയിച്ചത്. അതിന്റെ ഭാഗമായാണ് MPയുടെ വാഹനം ഇതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം CPIM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിജയകുമാർ, പലപ്പോഴും ഈ മണ്ഡലത്തിലെ MP ആയ പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ കാണുന്നില്ല, പല സന്ദർഭങ്ങളിലും MP ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് ഈ പ്രവർത്തകർ പ്രധാനമായും ഉന്നയിച്ചത്. അതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തത്. ഏതായാലും വിജയകുമാർ, പ്രതിഷേധം കണിയാരം എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറിയത്. കണിയാരം CPM ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാധയുടെ വീട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി MP അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. നേരത്തെ പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയ രാധയുടെ വീട് സന്ദർശിക്കാനായി പ്രിയങ്ക ഗാന്ധി അവിടേക്ക് തിരിച്ചിരുന്നു. അല്പസമയത്തിനകം ആ വീട്ടിലെത്തും. അതിനു മുമ്പാണ് CPMന്റെ പ്രതിഷേധം. MP മണ്ഡലത്തിൽ MPയുടെ സാന്നിധ്യമില്ല എന്ന് ആരോപിച്ച് CPM പ്രവർത്തകരാണ് പ്രിയങ്ക ഗാന്ധിയെ കരിങ്കൊടി കാട്ടിയത്.